ഹലോ ഗൈസ്, നമസ്കാരം. അപ്പോൾ ഇന്ന് രാവിലെ ഇപ്പോൾ ഏകദേശം സമയം 8 മണിയായി. ഇന്ന് എൻ്റെ വണ്ടി സർവീസ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ യൂറോപ്പിൽ വന്നു കഴിഞ്ഞതിന് ശേഷം ഒരു വണ്ടി സർവീസ് ചെയ്യാനൊക്കെ പോകുന്നത്. 10,000 കിലോമീറ്റർ ആയിട്ടുണ്ടായി. ഫ്രാൻസിലെ ഒരു റോയൽ എൻഫീൽഡിൻ്റെയും കൂടി ഷോറൂമായിട്ടുള്ള ഒരു ഷോറൂമിലാണ് പോകുന്നത്. അവിടെ ഒരു മലയാളി ബ്രോ വർക്ക് ചെയ്യുന്നുണ്ട്. വലിയൊരു ഭാഗ്യമായത്. 8 മണിയാകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. 9 മണിക്കാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലത്തെ പോലെ ഒന്നുമല്ല, നമുക്കിവിടെ അപ്പോയിൻമെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോയിൻമെൻറ്റിൻ്റെ ടൈമിൽ പോയില്ലെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന വണ്ടി അവിടെ കയറ്റും. പിന്നെ നമ്മൾ ലേറ്റ് ആകേണ്ടി വരും. എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ വരുന്നുണ്ട് വണ്ടി സർവീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. 2 ഹെൽമെറ്റൊക്കെ ആയിട്ട് പോവാണ്. ലോക്ക്ഡായി. ഞാൻ താമസിക്കുന്നുണ്ടല്ലോ, 14ാമത് നിലയിലാണ് ഞാൻ താമസിക്കുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 10 മിനിറ്റ് ഉണ്ട് ഗരാജിലേക്ക്. ഇപ്പം ഞാൻ ഗരാജിൽ വന്നിരിക്കുകയാണ്. അപ്പം ഇവിടെയാണ് വണ്ടി പാർക്ക് ചെയ്യുന്നത്. അതായത് എൻ്റെ വീടിനടുത്ത് പാർക്ക് ചെയ്യാൻ പറ്റും, പക്ഷേ ഔട്ട് സൈഡൊക്കെ വണ്ടി പാർക്ക് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കിയാണ്. ഇതാണ് നമ്മുടെ GT കോണ്ടിനെൻ്റൽ റോയൽ എൻഫീൽഡിൻ്റെ. എൻ്റെ ഫ്രണ്ടിന് വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുവാണ്. അവൻ വന്നു കഴിഞ്ഞതിന് ശേഷം അപ്പോൾ തന്നെ ഞാൻ പോകും. ബുൾവാർഡ് സ്റ്റാലിൻഗ്രാഡ്. എടാ ബൈക്കല്ലേ, ഹൈവേ കൂടെ നടുക്കൂടെ കയറി പോവാം. പക്ഷെ വഴി അറിയത്തില്ലല്ലോ എനിക്ക്. ഇത് ഹൈവേ ഏത് ഇത്? ഓക്കെ. ഫ്രാൻസിലെ ഈ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ റൂൾസ് വളരെ സിമ്പിളാണ്. നമ്മുടെ 4 വീലേഴ്സിനെയോ വലിയ വലിയ വണ്ടികളെയോ നമ്മൾ ബ്ലോക്ക് ചെയ്യാതിരിക്കുക. അതായത് സെൻറ്ററിലൂടെ പോവുക, ലൈൻസിൻ്റെ സെൻറ്ററിലൂടെ ലൈൻ ഇട്ട് അതിലൂടെ പോവുക എന്നുള്ളതാണ് ബൈക്കിൻ്റെ കാര്യത്തിൽ. ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്പിലൊക്കെ ഒരു വഴി ഉണ്ടെങ്കിലും അതിനൊരു ഫാസ്റ്റ് മൂവിങ് ലൈൻ ഉണ്ടാവും. സ്പീഡിൽ പോകുന്നൊരു വണ്ടി അവർക്കുള്ള ഒരു ലൈൻ ഉണ്ടാവും. വലിയ വലിയ വണ്ടികൾക്ക്, ട്രക്ക് പോലുള്ള വണ്ടികൾക്ക് വേറൊരു ലൈൻ ഉണ്ടാവും. ഓവർടേക്ക് ചെയ്യേണ്ടതിനൊരു ലൈൻ ഉണ്ടാവും. മെല്ലെ പോകുന്നൊരു ലൈൻ ഉണ്ടാവും. എപ്പോഴും ലെഫ്റ്റ് സൈഡിലൂടെ പോകുന്നത് എമർജൻസി അല്ലെങ്കിൽ നല്ല സ്പീഡിൽ പോകുന്നവരാണ്. ട്രാഫിക് ഇല്ലാത്തടത്തോളം സമയം അങ്ങനെ സ്പീഡിൽ പോകുന്നവരാണ്. അതിൻ്റെയും ഫസ്റ്റ് ലൈൻ്റെയും സെക്കൻഡ് ലൈൻ്റെയും ഇടയ്ക്കൂടെ ഡബിൾ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടിട്ട് പോകുന്നതാണ് ബൈക്കുകാരുടെ ഒരു പതിവ് ഇവിടെ. അല്ലെങ്കിൽ ഇത് കുറച്ചുകൂടി കൺട്രി സൈഡൊക്കെ ആയിരിക്കണം. എനിക്ക് വലിയൊരു അബദ്ധം പറ്റി. കാരണം ഞാനിപ്പോൾ ഉള്ളത് പാരീസിൻ്റെ നോർത്ത് സൈഡിലാണ് ഞാനുള്ളത്. എനിക്ക് പോകേണ്ടത് പാരീസിൻ്റെ സൗത്ത് സൈഡിലേക്കാണ്. അതായത് പാരീസിൻ്റെ സൗത്ത് ബോർഡറിലേക്ക്, നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകണം. ഈ നോർത്തിൽ നിന്ന് സൗത്തിലേക്ക് പോകാൻ വേണ്ടി ഏറ്റവും എളുപ്പമുള്ളത് പാരീസിനെ ചുറ്റി, പാരീസിൻ്റെ ഔട്ടറിലൂടെ ചുറ്റി പോകുന്ന ഹൈവേ ഉണ്ട്. പക്ഷേ എനിക്ക് വഴി തെറ്റിപ്പോയി, അല്ലെങ്കിൽ എൻ്റെ മാപ്പ് എളുപ്പത്തിന് വേണ്ടിയിട്ട് പാരീസിനെ ക്രോസ് ചെയ്ത് പോകുന്ന കിട്ടും. അങ്ങനെ ഇട്ട് കഴിഞ്ഞപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ, ഈ ഒരു സമയത്ത് എല്ലാവരും പാരീസിലേക്ക് ജോലിക്കായിട്ടും ബാക്കി ആവശ്യങ്ങൾക്കും പോവുകയാണ്. ഈ ഒരു രാവിലെ സമയമാണല്ലോ. അപ്പം ട്രാഫിക്കാണ്, ഹെവി ട്രാഫിക്കാണ്. അപ്പോൾ എൻ്റെ കാര്യത്തിൽ പാരീസിനെ ക്രോസ് ചെയ്തിന് പോകേണ്ട സാഹചര്യത്തിൽ നല്ല ട്രാഫിക്കിൽ ഞാൻ പെട്ടുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ ഇത്രയും ട്രാഫിക് കാണുന്നത്. ഞാനിതുകൊണ്ട് ലേറ്റ് ആവും. ട്രാഫിക്കിനിടയ്ക്കൂടെ പോകണം. അതുപോലെ തന്നെ എവിടുന്നാ ഫൈൻ കിട്ടുകയെന്ന് പറയാൻ പറ്റത്തില്ല. ഈ പാരീസിനകത്ത് 30-50 സ്പീഡ് ലിമിറ്റ് വരുന്നത്. പിന്നെ ലൈൻ മാറുന്നു. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ പാരീസിനകത്തൊരു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും പാരീസിൽ നിന്ന്. കാരണം ഭംഗിയൊക്കെ ഉണ്ട് പാരീസിനകത്തൊരു വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ പാരീസിൻ്റെ എല്ലാം കാണാനുണ്ട്. ചെറിയ വഴികൾ, അപ്പുറത്തും എന്തായാലും വണ്ടികൾ നിർത്തിയിട്ടുണ്ടാവും. പിന്നെ പോലീസ് ചടപടം ഉണ്ടാവും. എൻ്റെ ഒരു സൈഡിൽ അപ്പാർട്ട്മെൻറ്റ്സ് ആണെങ്കിൽ വേറൊരു സൈഡിൽ ശരിക്കും പറഞ്ഞാൽ ഇതാണ് സെയിൻ റിവറാണ്. ആ ഫേമസ് ആയിട്ടുള്ളൊരു സെയിൻ റിവറാണ്. നമ്മൾ പാരീസിനെ ക്രോസ് ചെയ്താണ് പോകുന്നത്. ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്ന സ്ഥലത്തിൻ്റെ പേര് കോൺകോർഡ് എന്നാണ്. ഇവിടുന്ന് ഇതൊരു മെയിൻ ജംഗ്ഷനാണ്. നമ്മുടെ എടപ്പള്ളിയിൽ ജംഗ്ഷൻ എന്നൊക്കെ പറയത്തില്ല, എടപ്പള്ളിയിൽ ഒരു മെയിൻ ജംഗ്ഷനാണ്. അതുപോലത്തെ ഒരു മെയിൻ ജംഗ്ഷനാണ് ഇവിടുത്തെ കോൺകോർഡ് ജംഗ്ഷൻ. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഈ ഒരു വണ്ടി കൊണ്ട് പാരീസിനകത്തൂടെയൊക്കെ വണ്ടി ഓടിക്കാൻ വേണ്ടി. കാരണം ഈ വണ്ടിക്ക് നല്ല വെയിറ്റ് ഉണ്ട്, 250 കിലോ വെയിറ്റ് ഉണ്ട്. പിന്നെ ഈ കാണുന്ന പോലത്തെ റോഡാണ്. ഇതിപ്പം ടാറിങ് ഇല്ല, ഇൻ്റർലോക്ക്, ചെറിയ കല്ല് വിരിച്ച പാതയായിരുന്നു. ഇപ്പം ഇത് നമ്മുടെ വണ്ടിക്ക് പണി വരും. അപ്പം ഇതിലൂടെ ഓടിച്ചാണ് എൻ്റെ വണ്ടിയുടെ ഒരു കോൺസെപ്റ്റിന് വരെ പ്രശ്നം വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വീട് വരെ മാറി പുറത്ത് താമസിക്കുന്നത്.
അപ്പം എന്തോ നിർഭാഗ്യവശാൽ വീണ്ടും വഴിതെറ്റിയും കൂടെ എത്തേണ്ടി വന്നു. ഇനി ഏകദേശം അരമണിക്കൂറുണ്ട്. ഒബ്വിയസ്ലി ലേറ്റ് ആവും, എനിക്ക് ഉറപ്പാണ്, ലേറ്റ് ആവുമെന്ന് ഉറപ്പാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മളിപ്പോൾ പോകുന്ന വഴിയുണ്ടല്ലോ, ഇതൊക്കെ പാരീസിൻ്റെ അകത്തുള്ളതാണ്. നമുക്കിതിന് 30-40 50 മേളിലൊന്നും ഇതിലൂടെ വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല. ഓടിച്ചു കഴിഞ്ഞാൽ അപ്പം ഒരു ഫൈൻ വരും. പിന്നെ ഇപ്പം നിങ്ങളീ കാണുന്നത് ആ ഒരു ഷാംസ്-എലീസിയാണ്. ഇതിലൂടെ എപ്പോഴും ഞാൻ പോകാറുള്ളതാണ്, എപ്പോഴും ഇതിനെപ്പറ്റി പറയാറുള്ളതാണ്. സഫാരി ടി വിയിലൊക്കെ ഞാൻ പണ്ട് കണ്ടിട്ടുണ്ട്. ഇവിടെ ഫ്രാൻസിലേക്ക് വരുന്നതിന് മുമ്പ് ഈ ഒരു ഭയങ്കര ഫേമസ് ആയിട്ടുള്ളൊരു നമ്മുടെ ഇന്ത്യ ഗേറ്റിൻ്റെ ഒക്കെ ഒരു 10 ഇരട്ടി വലിപ്പവും അല്ലെങ്കിൽ അതിലും ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു കൊത്തുപണിയൊക്കെയുള്ളൊരു സംഭവമാണ് ഈ ഒരു ട്രയംഫ് ആർച്ച് എന്ന് പറയുന്നത്. സോ ഇനി എന്തായാലും ഞാൻ അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം കാണാം ഗൈസ്. ഹലോ ഗൈസ്, അപ്പം നമ്മളങ്ങനെ ഇത് റോയൽ എൻഫീൽഡിൻ്റെ ഓതറൈസ്ഡ് ഷോറൂമിൽ വന്നു. ഇവിടെ ഒരു മലയാളി ചേട്ടൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് വണ്ടി സർവീസ് ചെയ്യാൻ ഫസ്റ്റ് കയറ്റാൻ പറ്റിയിട്ടില്ല. അപ്പം ഇതാണ് പാരീസിലെ ലാ ഡിഫോൺസിന് അടുത്തുള്ള ഒരു റോയൽ എൻഫീൽഡിൻ്റെ ഷോറൂം. നമ്മുടെ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ വണ്ടി. ഇതെല്ലാം റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികളും ട്രയംഫിൻ്റെ വണ്ടികളൊക്കെയാണ്. സോ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെത്തിയൊരു ഫീലാട്ടോ ആ ഒരു റോയൽ എൻഫീൽഡ് വണ്ടികൾ, അതിൻ്റെ ആ ഒരു സ്മെല്ല്, അടിപൊളി, ഒരു രക്ഷയില്ല. റോയൽ എൻഫീൽഡിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഫ്രാൻസിൽ ഇഷ്ടം പോലെ റോയൽ എൻഫീൽഡ് വണ്ടികൾ ഇപ്പോൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. ട്രയംഫിൻ്റെ ഒക്കെ ഓതറൈസ്ഡ് ഷോറൂം. സോ വണ്ടി സർവീസ് ചെയ്യുന്നത് അവിടെയാണ്. എൻ്റെ ഫ്രണ്ട് വേറൊരു GT ഇപ്പോൾ ഓൾറെഡി സർവീസ് ചെയ്യാൻ കേട്ടിട്ടുണ്ട് അവിടെ. എനിക്കിവിടെ വന്നപ്പോൾ ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ വരുന്നതും ഇവിടെ ഉള്ള ആൾക്കാർക്കും എല്ലാവർക്കും ഒരേ മെൻറ്റാലിറ്റിയാണ്. ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോഴും ഒരു ജഡ്ജ്മെൻ്റൽ ഫേസോട് കൂടി, അല്ലെങ്കിൽ നമ്മൾ തന്നെ ബാക്കിയുള്ളവരെ ജഡ്ജ് ചെയ്യുന്നു, നമ്മളെ ജഡ്ജ് ചെയ്യുന്നു, നമ്മുടെ ക്ലയൻസ് ജഡ്ജ് ചെയ്യുന്നു, അവിടെയുള്ള ഷോപ്പിലുള്ള ആൾക്കാർ ജഡ്ജ് ചെയ്യുന്നു. പക്ഷേ അതുപോലെയല്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഒബ്വിയസ്ലി നമ്മുടെ ഇന്ത്യയിൽ നിന്നും ചെന്നൈയിൽ നിന്നും കൊണ്ടുവരുന്ന വണ്ടികൾ നമ്മുടെ ഒരേ പാഷൻ, പ്രായമില്ലാത്ത ആൾ, ഒരു 60 വയസ്സുള്ള ഒരു അപ്പാപ്പൻ ഇതേ GT കോണ്ടിനെൻ്റൽ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ സ്പെയിനിലൂടെയൊക്കെ യാത്ര നടത്തുന്ന ഒരാൾ, എന്ത് ഭംഗിയാണെന്നറിയോ. ആരും നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് മീൻസ് ഇതൊരു പാഷൻ, പ്യുവർ പാഷനാണ്. അതിന് എത്നിസിറ്റിയോ അല്ലെങ്കിൽ വർഗമോ അങ്ങനെ ഒരു ഇതില്ല, മതമോ അങ്ങനെയൊന്നുമില്ല. എല്ലാവർക്കും ഒരേ ഭ്രാന്താണ്. അപ്പം എനിക്കിതാണ് ഈ വണ്ടി ഭ്രാന്തന്മാരെ പറ്റിയിട്ടുള്ളൊരു, അല്ലെങ്കിൽ ആ ഒരു ഫീൽഡിൻ്റെ ഗുണം ഇതാണ്. ഇവിടെ വേറൊന്നും, വണ്ടി ഇഷ്ടമാണോ അത് മതി, വേറൊരു രണ്ടാമതൊരു ചോദ്യം ഇല്ല. പുള്ളി ഇപ്പോൾ സർവീസ് കഴിഞ്ഞ് ഇറക്കിയതേ ഉള്ളൂ. അടുത്ത് നമ്മുടെ വണ്ടിയാണ് കയറ്റുന്നത്. സോ ഒരു ഏകദേശം 60 വയസ്സുണ്ട് പുള്ളിക്കാരന്. 60 വയസ്സിൽ GT ഓടിച്ച് നടക്കുന്നു യൂറോപ്പിലൂടെ. അടുത്തത് നമ്മുടെ വണ്ടി 25ാമത്തെ വയസ്സിൽ. അടിപൊളി, രണ്ടും അടിപൊളി കേട്ടോ. അത് കുറച്ച് 2018 മോഡൽ വണ്ടി, ഇത് 2024 എന്ന് പറഞ്ഞ വണ്ടി. അല്ല, എത്ര കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഇയർ ഉണ്ടല്ലോ, 2021 മോഡൽ. ചോക്ക് വലിച്ചു കഴിഞ്ഞാൽ സൗണ്ട് ഇപ്പോൾ ഇടയ്ക്ക് കയറിയോ? അല്ല, ചോക്ക് വലിച്ചു കഴിഞ്ഞപ്പോൾ സൗണ്ട് കയറിയോ? ചോക്ക് അത് ചോക്ക് വലിക്കും. 1000 യൂറോയ്ക്ക് ലാഭമാണ്. ഈ കൊല്ലു വരുന്നല്ലേ പല കാര്യമുണ്ടല്ലോ.
Toi, la violette,